നമസ്കാരം. ചലച്ചിത്രാപ്പർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീസെന്റ് PSC പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷനിൽ ശ്രദ്ധിക്കപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ 328/2024. അതായത് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹാൻഡെക്സിലോട്ടുള്ള സെയിൽസ്മാന്റെയും സെയിൽസ്വുമന്റെയും നോട്ടിഫിക്കേഷൻ. ഇതിന്റെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ 328/2024 ആണ്. തൊട്ട് താഴെ ജനറൽ വിഭാഗം എന്ന ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ നോട്ടിഫിക്കേഷനിൽ മറ്റുള്ള നോട്ടിഫിക്കേഷനിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഏജ് ലിമിറ്റിൽ പ്രായപരിധിയിലൊക്കെ കുറച്ചൊക്കെ വ്യത്യസ്തതയുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഉദ്യോഗത്തിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞു, സെയിൽസ്മാൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ സെയിൽസ്മാൻ ഗ്രേഡ് 2 എന്നുള്ളതാണ്. ശമ്പളം ഇവിടെ കൊടുത്തിരിക്കുന്നത് 4630 അല്ലെങ്കിൽ 4630 തൊട്ട് 7000 രൂപ വരെ എന്നുള്ളതാണ്. അപ്പൊ ഇത് പഴയ ശമ്പള സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കാൻ പോകുന്ന ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ശമ്പള സ്കെയിൽ അല്ല ഇത്. അപ്പോൾ ഈ ശമ്പള സ്കെയിൽ നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കേണ്ട. ഈ ചെറിയ സാലറിക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത് വിചാരിച്ച് ആരും അപേക്ഷിക്കാതിരിക്കേണ്ട. കാരണം ഇത് പഴയ ശമ്പള സ്കെയിലാണ്, പുതിയതല്ല. പിന്നെ ഒഴിവുകളുടെ എണ്ണം കൊടുത്തിരിക്കുന്നത് 3 എന്നുള്ളതാണ്. അപ്പൊ ഇതും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമുണ്ട്. ഈ 3 എന്ന് പറയാനുള്ള കാരണം, നിലവിൽ ഈ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഈ 3 ഒഴിവുകൾ എന്ന് പറയുന്നത് NJD ഒഴിവുകളാണ്. അതായത് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നികത്തേണ്ടതായിരുന്നു. അപ്പൊ അത് ആള് ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണെങ്കിൽ അങ്ങനെ NJD വേക്കൻസികളായി വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഈ 3 ജനറൽ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ മാത്രമേ ഈ 3 ഒഴിവുകളിലോട്ടും എടുക്കുള്ളൂ. അതായത് ഈ 3 ആളുകളും ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും. എന്നാൽ ഇതിൽ കൂടുതൽ ഒഴിവുകൾ വരുന്ന സമയത്ത് ബാക്കിയുള്ളത് സാധാരണ PSC പരീക്ഷകളൊക്കെ പോലെ തന്നെ റിസർവേഷനൊക്കെ അനുസരിച്ചിട്ട് ആയിരിക്കും നിയമനം നടത്തുന്നത് മനസ്സിലാക്കും. അപ്പോ ഇത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രമുള്ള നോട്ടിഫിക്കേഷൻ ആണ് എന്ന് മനസ്സിലാക്കി ആരും അപേക്ഷിക്കാതിരിക്കേണ്ട. ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 1.5 വർഷമാകും. പരീക്ഷയും അതിന്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴേക്കും 1.5 വർഷമാകും. ആ സമയത്തിനിടയ്ക്ക് വരുന്ന എല്ലാ ഒഴിവുകളും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും നികത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പുറമെ ബാക്കി വരുന്ന മുഴുവൻ ഒഴിവുകളും സാധാരണ റൂൾസ് മറ്റുള്ള പരീക്ഷകളൊക്കെ പോലെ തന്നെ KSR ചട്ടങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് റിസർവേഷനൊക്കെ അനുസരിച്ചുകൊണ്ടായിരിക്കും നിയമനം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. 3 ജനറൽ വിഭാഗത്തിനുള്ള NJD വേക്കൻസി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി 18 തൊട്ട് 40 ആണ്. ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. 18 വയസ്സ് 40 വയസ്സ് വരെ എന്നുള്ളത്. കാരണം സാധാരണഗതിയിൽ PSC പരീക്ഷകൾക്ക് 18 വയസ്സ് തൊട്ട് 36 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിയുടെ ഒരു ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ +3 OBCയും +5 SC ഉണ്ടാവാറ്. എന്നാൽ ഇത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെ 40 വയസ്സ് വരെ അപേക്ഷിക്കാനുള്ള ഒരു റിലാക്സേഷൻ, 4 വയസ്സിന്റെ റിലാക്സേഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. 4 വയസ്സെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 36 കഴിഞ്ഞ് പല ആളുകളും PSC നിർത്തിയിരിക്കുന്ന സമയമായിരിക്കും. ആ ആളുകൾക്കും കൂടെ അപേക്ഷിക്കാൻ പറ്റുന്ന നോട്ടിഫിക്കേഷൻ ആണത്. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയ സ്കോപ്പുള്ള നോട്ടിഫിക്കേഷൻ ആണ്. കാരണം ഇത്തരത്തിൽ വളരെ റയർ ആയിട്ട് മാത്രമേ ഇങ്ങനെ ഏജ് ലിമിറ്റ് കഴിഞ്ഞ ആളുകൾക്കും കൂടെ ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്ന് അവരെ കൂടെ ഉൾപ്പെടുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് വരാറുള്ളൂ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല സ്കോപ്പുള്ള നോട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് 40 വയസ്സിനുള്ളിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. 2/1/1984 1/1/2006 ഇടയിൽ ജനിച്ച ആളുകൾക്കാണ് ഈ ഒരു തസ്തികയിലോട്ട് അപേക്ഷിക്കാൻ സാധിക്കാം. 2024 ഒക്ടോബർ മാസം 30 വരെയാണ് ഇതിന്റെ അപേക്ഷിക്കാനുള്ള തീയതി എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈലിൽ കയറിക്കൊണ്ട് അപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇതിന്റെ പരീക്ഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പോ 2024 സെപ്റ്റംബറിലാണ് നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ എന്തായാലും ഈ വർഷം ഇതിന് പരീക്ഷ ഉണ്ടാവില്ല. അടുത്ത വർഷം 2025 10th പ്രിലിംസിന് 2025 10th പ്രിലിംസിന്റെ കൂട്ടത്തിൽ ഈ പരീക്ഷ നടക്കാനാണ് സാധ്യത. 2024 അവസാനത്തോടു കൂടിയൊക്കെ ഏതൊക്കെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ള തസ്തികകളാണോ വരുന്നത് അതിനെല്ലാത്തിനും കൂടെ ചേർന്നുകൊണ്ട് ഒരു കോമൺ 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ അടുത്ത വർഷം നടത്തുന്നതായിരിക്കും. അക്കൂട്ടത്തിൽ ഈ തസ്തികയും കൂടെ ഉൾപ്പെടാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ നിലവിൽ നിങ്ങൾ 10th പ്രിലിംസ്, അതായത് സെക്രട്ടേറിയറ്റ് OAക്കും ലാബ് അസിസ്റ്റന്റിനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അതേ സിലബസ് തന്നെയായിരിക്കും ഇതിന്റെയും പ്രിലിംസിന്റെ സിലബസ്. മെയിൻസിലോട്ട് വരുമ്പോൾ LDCയുടെ സിലബസ് ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. അപ്പോ ഒരു അഡീഷണൽ സ്റ്റഡി ഇതിനു വേണ്ടി ആവശ്യമില്ല. LGS എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OA എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും LDC പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾ എല്ലാവരും ഈ സിലബസ് പഠിക്കുന്ന ആളുകളാണ്. അതേ രീതിയിൽ തന്നെ റിവൈസ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കുക. അടുത്ത വർഷം ഈ പരീക്ഷ വരുന്ന സമയത്ത് പ്രിലിംസ് ഉണ്ടെങ്കിൽ ആദ്യം പ്രിലിംസും, അല്ല ഒറ്റ പരീക്ഷയാണെങ്കിൽ LDCയുടെ സിലബസും ആയിരിക്കും നിങ്ങൾ പഠിച്ചെഴുതേണ്ടത്. എന്തായാലും ഒരു 4 to 6 month ടൈം നമുക്ക് എന്തായാലും ഇതിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി കിട്ടുന്നതായിരിക്കും. അപ്പൊ അപ്പോഴേക്കും നമ്മുടെ LDCയുടെയും LGSന്റെയും 10th ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഒക്കെ 2024 എല്ലാ പരീക്ഷകളുടെയും സമയം അവസാനിച്ചിട്ടുണ്ടാവും. അടുത്ത വർഷത്തെ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്
തയ്യാറെടുപ്പുകളുടെ കൂട്ടത്തിൽ ആദ്യം നടക്കുന്ന ഒരു പരീക്ഷയും കൂടി ആയിരിക്കും ഇത്. അപ്പൊ എല്ലാവരും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. ചലഞ്ചർ ആപ്പിൽ ഈ കോഴ്സ് ഉൾപ്പെടെയുള്ള മറ്റു ഒട്ടനവധി കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഈ ആശംസകൾ നേരുന്നു. താങ്ക് യു.